നമസ്കാരം. ഫുക്രയിലേക്ക് സ്വാഗതം. വല്ലാത്തൊരു രാത്രിയായിരുന്നു ഇന്നലെ. ഇന്ത്യ വലിയ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവസാനം 7 റണ്ണിന് ജയിച്ചു കയറി ഫൈനലിലെത്തി. അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് നമുക്കെല്ലാവർക്കും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇംഗ്ലണ്ടിൻ്റെ കളിയെ നമ്മൾ നേരത്തെ തന്നെ ഞാൻ ഈ പല വീഡിയോസിലും പറഞ്ഞ പോലെ അവരെ പേടിക്കേണ്ട ടീമാണ് അവർ തീർച്ചയായിട്ടും ഇന്നലെ കളിച്ച കളി എന്ന് പറയുന്നത് അതിഗംഭീരമായൊരു കളിയാണ്. കാരണം 253 റണ്ണ് എതിർ ടീം അടിച്ചിരിക്കുന്നു. 254 റണ്ണിൻ്റെ വിജയലക്ഷ്യം മുന്നിൽ നിൽക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക്, ഏറ്റവും ഫോമിലുള്ള ഹാരി ബ്രൂക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട അനുഭവ സമ്പത്തുള്ള ജോസ് ബട്ട്ലർ അടക്കമുള്ളവർ അധികം കളി ബാറ്റിംഗ് തുടങ്ങി അധികം വൈകാതെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തി. അധികം വൈകാതെ എന്ന് പറഞ്ഞാൽ കാര്യമായൊരു സംഭാവന, ഗണ്യമായൊരു സംഭാവനയൊന്നും അവർ രണ്ടുപേരും നൽകിയിരുന്നില്ല. അങ്ങനെയായിട്ടും 3-4 വിക്കറ്റ് പോയിട്ടും ഫിൽ സോൾട്ടൊക്കെ വളരെ നേരത്തെ തന്നെ, ഓപ്പണർ ഫിൽ സോൾട്ട് അടിച്ച് തകർക്കാൻ കഴിവുള്ള ഫിൽ സോൾട്ടൊക്കെ നേരത്തെ തന്നെ പുറത്തായിട്ടും അവർ കളിച്ച കളിയുണ്ടല്ലോ. ജേക്കബ് ബദൽ എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ, അങ്ങനെ പറയാനേ കഴിയുള്ളൂ. ബദൽ ഒക്കെ കളിച്ച കളി വിൽ ജാക്സ് ഈ ടൂർണമെൻറ്റിൽ മൊത്തത്തിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇംഗ്ലണ്ടിൻ്റെ നെടും തൂണായിരുന്നു വിൽ ജാക്സ്. അത് കഴിഞ്ഞ ഇന്നലത്തെ സെമിഫൈനലിലും അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം ബദലും കൂടി ചേർന്ന് എത്ര ഗംഭീരമായിട്ടാണ് കളിയിലേക്ക് തിരിച്ചു വന്നത്. 253 13-14 റൺ റേറ്റാണ് വേണ്ടിയിരുന്നത്. അങ്ങനെയുള്ളപ്പോഴും 4 വിക്കറ്റ് പോയിട്ട് അവർ കളിച്ച കളി എന്ന് പറയുന്നത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത്. അത്രയും ഗംഭീരമായി കളിക്കുകയും അവസാനം വെറും 7 റണ്ണിന് മാത്രം തോൽക്കുകയും ചെയ്യുന്ന ഒരു ടീം. അതിൽ ജേക്കബ് ബദൽ സെഞ്ചുറി അടിച്ചു. ചെറിയ കാര്യമല്ല, ഭയങ്കര പ്രഷറാണ്. ആ പ്രഷറിനുള്ളിൽ നിന്നുകൊണ്ട് പ്രഷറിനെ അടിമപ്പെട്ട് അയാൾ കളിച്ച കളി ഞെട്ടിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അതിഗംഭീരമാണ്. അതങ്ങനെ തന്നെ പറയണം. അതുകൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ ആ പോരാട്ടത്തെ നമ്മൾ ഒരു കാരണവശാലും കുറച്ച് കണ്ടുകൂടാ. ഇംഗ്ലണ്ട് ഗംഭീരമായ വെല്ലുവിളിയാണ് ഇന്ത്യക്ക് ഉയർത്തിയത്. ഇന്ത്യ ചില അക്സർ പട്ടേലിൻ്റെ ഫീൽഡിങ് പ്രത്യേകിച്ച് പറയണം. ആ ഒരു ക്യാച്ച്, രണ്ടാമത്തെ ക്യാച്ച് ശിവൻ ദുബേക്ക് ബൗണ്ടറിക്ക് തൊട്ടരികിൽ നിന്ന് പിടിച്ച് ശിവൻ ദുബേക്ക് ഇട്ടുകൊടുത്ത ആ രണ്ടും വളരെ നിർണായകമായിരുന്നു കളിയിൽ. അതിനിർണായകമായിരുന്നു ഇന്ത്യയുടെ വിജയത്തിൽ. ഒപ്പം തന്നെ ബുംറയുടെ ബോളിംഗ്. ബുംറ പിന്നെ പറയേണ്ട കാര്യമില്ല. ലോകത്ത് ഇന്ന് ഇത്രയും വിശ്വസിക്കാവുന്ന ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ടോ? തോന്നുന്നില്ല ബുംറയെ പോലെ. ഇന്ത്യയുടെ ഭാഗ്യമാണ് ബുംറ. അപ്പോൾ ആ രീതിയിൽ ഹാർദിക് പാണ്ഡ്യ നന്നായി ബോൾ ചെയ്തു. ഹർഷ്ദീപ് സിംഗ് ഒരു പരിധി വരെ വൈഡുകൾ എറിഞ്ഞു എന്നത് അതൊരു സമ്മർദ്ദത്തിൻ്റെ കൂടി ഭാഗമാണ്, ടാക്ടിക്സിൻ്റെ കൂടി ഭാഗമാണ്. എന്നാലും അദ്ദേഹം നന്നായി പന്തെറിഞ്ഞു അവസാന ഘട്ടത്തിൽ ഒക്കെ. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും ഇംഗ്ലണ്ട് കളിച്ച കളി, ഇപ്പോൾ അവസാനം ജോഫ്ര ആർച്ചർ വരെ 3 സിക്സ് അടിച്ച് ജോഫ്ര ആർച്ചർ വരെ, ഫാസ്റ്റ് ബോളറായ ജോഫ്ര ആർച്ചർ വരെ 3 സിക്സ് അടിച്ച് എത്ര ഗംഭീരമായിട്ടാണ് ബാറ്റ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിൻ്റെ കളിയെ നമ്മൾ ഇന്ത്യ ജയിച്ച് ഫൈനലെത്തിയതിൽ വളരെ സന്തോഷിക്കുമ്പോഴും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു തന്ന ഇംഗ്ലണ്ടിൻ്റെ പോരാട്ട വീര്യം അതിഗംഭീരമായിരുന്നു എന്ന് പറയാതെ വയ്യ.